പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വാർഷിക ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ്. എല്ലാ വൈദികർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ തൊഴിൽ പിതാവിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഫ്യൂണറൽ ശുശ്രൂഷകൾ നമുക്കറിയാമല്ലോ അല്ലേ. തിങ്കളാഴ്ചയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ തൃശ്ശൂർ ഉപതയിലേക്ക് പിതാവ് മാറി വരും. 1997 മാറി വരുമ്പോൾ ഞങ്ങളാണ് ആദ്യത്തെ ബാച്ച്. സെമിനാരിയിലേക്ക് പിതാവ് എടുക്കുന്ന തൃശ്ശൂർ ഉപതയിലെ ഉപതയിലേക്ക് ഉള്ള വൈദിക വിദ്യാർത്ഥികളെ ആദ്യത്തെ ബാച്ച് ഞങ്ങളാണ്. പിതാവിനെ ഞങ്ങൾ നന്ദിയോടെ ഈ സമയം ഞാനുൾപ്പെടെയുള്ള എല്ലാ ബാച്ചുകാരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഇത് സങ്കീർത്തന പുസ്തകം 116:15. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം കർത്താവ് പിതാവായിട്ട് ബന്ധപ്പെട്ട ആ വചനത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ എത്രയോ വാസ്തവമാണ്. എത്രയോ തിരക്കിട്ട സമയങ്ങൾക്കുള്ളിലും പിതാവ് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമയം ചെലവഴിച്ചിരുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്ര പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലാണെങ്കിലും പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഭയങ്കരമായൊരു ശാന്തത. അതിപ്പോൾ എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. പിതാവിനെ കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നവും ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് അഭിഷേകം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, പ്രശ്നമില്ലാത്ത അവസ്ഥയിൽ കിട്ടുന്ന ഒരു കാര്യമല്ല, ഒരു ആനന്ദമല്ല. പ്രശ്നമില്ലാത്ത സമയത്ത് കിട്ടുന്ന ഒരു ആനന്ദത്തിൻ്റെ പേരല്ല അഭിഷേകം എന്നുള്ളത്. എത്ര പ്രതികൂലങ്ങളുടെ മുൻപിലും ആ പ്രതികൂലത്തിൻ്റെ മുൻപിൽ കയറി ശാന്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കൃപയെ പറയുന്ന പേരാണ് അഭിഷേകം. ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണ വ്യക്തിക്ക് അനുഭവപ്പെടും. തൊമ്പൂർ പിതാവിന് ഈ പ്രതികൂലങ്ങളിലൊക്കെ മുൻപിൽ കയറി നിന്നാലും പിതാവ് ഒരു അനോയിറ്റിങ്, ഈ പ്രതികൂലങ്ങളുടെ മുകളിൽ കയറി നിൽക്കാനുള്ള ഒരു അഭിഷേകം കർത്താവ് നൽകിയിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പിതാവിൽ ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പിതാവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു അനോയിങ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ട് സഹോദരങ്ങളെ. നമ്മളൊരു ചെറിയ കാറ്റടിക്കുമ്പോഴും നമ്മൾ നഷ്ടതയിലായി പോകുന്നില്ലേ? എത്ര വലിയ കാറ്റടിച്ചാലും അതിന് മുൻപിൽ ശാന്തഗംഭീരമായിട്ട് നിൽക്കാനായിട്ട് തുമ്പൽ പിതാവിൻ്റെ ശരിക്ക് ആ ഒരു ജീവിത സാക്ഷ്യം നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുമ്പൽ പിതാവിനെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും ധൈര്യപ്പെടുത്തും. തുമ്പൽ പിതാവ് മുറുകെ പിടിച്ചിരുന്ന ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമാതാവാണ്. അമ്മയുടെ കരങ്ങൾ പിടിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് പിതാവ് പലപ്പോഴും വചന സന്ദേശങ്ങളിൽ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പരിശുദ്ധമ്മയുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രതികൂലങ്ങളിൽ മുന്നോട്ട് പോകാം. യേശു ക്രിസ്തു നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകൾ നമുക്കറിയാമല്ലോ അല്ലേ. ഞായറാഴ്ച വൈകിട്ട് 3 മണി തുടങ്ങി ബസിലിക്കയിൽ നിന്ന് ലൂർദിലേക്ക് നഗരി കാണിക്കൽ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പിതാവിൻ്റെ പരിശുദ്ധ കുർബാന. തുടർന്ന് 1 മണിയോടുകൂടി കോഴിക്കോട്ടാണ് അടക്കൻ്റെ ശുശ്രൂഷകൾ. കോഴിക്കോട് ക്രിസ്തുദാസി പിതാവ് സ്ഥാപിച്ച സന്യാസ സമൂഹമായ ക്രിസ്തുദാസി അവരുടെ ജനറലേറ്റ് വെച്ചിട്ടാണ്, കോഴിക്കോട് വെച്ചിട്ടാണ് ഏതാണ്ട് 4-5 മണിയോട് കൂടിയിട്ടുള്ള മൃതസംസ്കാര ശുശ്രൂഷകളുടെ അവസാന ഭാഗം നടക്കുക. നമുക്ക് പ്രത്യേകമായിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശ്വരൻ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.